ഞാനും വിദേശത്ത് നാളെ പോന്നാട്ടാ. സിനിമയിൽ ഇഞ്ഞോടെ പറഞ്ഞില്ലേ? കർണാടകയില് നല്ല ബേജാന്നാവും പറഞ്ഞു എന്നോട്. നമ്മളെനിക്കാ പോകുന്ന ആളാ? നമ്മള് പോകുന്നില്ലല്ലോ, ഞാനല്ലേ പോകുന്നുള്ളൂ. ആദ്യം ഞാൻ നടനാവുക, എന്നതിന് ശേഷം ഇനി നടനായ മതി. ഞാൻ കർണാടകയിലേക്ക് നാളെ രാവിലെ പോവും. ഒന്നും പറയണ്ട. ഞാൻ ഡ്രസ്സെല്ലാം എടുത്തിട്ട് ഇപ്പം ഇനി ഡ്രസ് എടുത്ത് എനിക്കെന്താ? ഞാൻ ഫേമസ് ആട്ടെ ആദ്യം. മിഞ്ഞങ്ങ് പോയിട്. ഞാൻ ആദ്യം ഫേമസ് ആട്ടെ കൂട്ടോ. നിങ്ങള് ലുങ്കി എടുത്തുക്കല്ലേ? ആ ലുങ്കി എടുത്തേക്ക്. ലുങ്കി എടുത്ത് തന്നെ പോടെ, എന്നാലും ആ സംവിധായകൻ നിങ്ങളുടെ ഒരു പാവം തോന്നുള്ളൂ. അങ്ങനെ ഉണ്ടല്ല? ആ എന്തായാലും നിങ്ങൾ രക്ഷപ്പെടും. പോട്, വേം പോട്. ലുങ്കി എടുത്തോണ്ട് നന്നായി. ഇത് തന്നെയായിരിക്കും ബിൽഡിംഗ് ഇല്ല? ഓ 100 പൊട്ടിയതിൻ്റെ ബാക്കിയല്ല. ഇതെന്ത് നാളെ ഇതേ തലവളി പറ്റ വർഷങ്ങളുടെ വിരിയോടെ സാർ ഇപ്പം വിളിക്കാം സാർ. സാറേ ഡമ്മി കിട്ടിയില്ല. അയ്യൊരു സീന് നാളെ എടുത്താ പോരെ? അടുത്ത സീൻ മേക്കപ്പ് ഇവിടെ ഒന്ന് ടച്ച് ചെയ്യണം. ഓക്കെ അത് മതി. ഓക്കെ സാർ. ഓക്കെ ഏടുന്നല്ലോ, സൂര്യനെ കാണുന്നുണ്ടല്ലോ, പണ്ണാമര പോലത്തെ കൊട. സാർ ഇപ്പോഴത്തെ മോഡലായത്. ആക്ഷൻ ആക്ഷൻ. ആരാ? ഒരു ചെറിയൊരു ചാൻസ് തരുവാ. താനേതാ? ഞാൻ ഒരു പിന്നെ അഭിനയിക്കാൻ താല്പര്യമുള്ള ഒരാളാ. നിങ്ങൾ പറഞ്ഞാ കേക്കൂ. മോഹൻലാൽ മമ്മൂട്ടിയിൽ ഇങ്ങനെയല്ലേ വന്നേ? ആരാടാ പ്രേമക്കാരിയ? മാറടാ. അല്ലല്ല, നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. വീണ്ടും വന്നോ ശല്യം ചെയ്യാൻ? ഏത് വേഷവും ഞാൻ അഭിനയിക്കും, ഏത് റിസ്ക് ഉള്ളതും മരിക്കോ തന്നെ. സാറേ എന്തെങ്കിലും ഒന്ന് ചെയ്. ഡമ്മയ്ക്ക് മതി അവനടുത്ത് ചാടിയാൽ. അങ്ങനെ ആയിക്കോട്ടെ സാറേ. എങ്ങനെയെങ്കിലും എന്തെങ്കിലും വേഷം നിങ്ങൾ വിചാരിച്ചാലേ നടക്കൂ. ഒന്ന് നോക്കൂ, നടക്കുക. എനിക്ക് പറ്റിയ റോളുണ്ട്. ചിക്കൻ റോളാ? ചിക്കൻ റോള് ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് എടുത്തിട്ടാണ് പറ്റിയ റോളാ. അടിപൊളി റോളാ. മതി, അത് മതി. ഈ നോക്കി നോക്കി സ്ഥലം നോക്കാന്നല്ല ഇവിടുന്നില്ല. അതാ നല്ല. എന്റെ അമ്മേ, ഇതെന്ത് താഴ്ചയാ? ഇത് ബിനീതിനെ കൂട്ടിയാ മതിയായിരുന്നു. ഓന് പറ്റിയ റോളാ. നടക്കൂല. നിങ്ങള് ഡമ്മി തന്നെ ചാടിക്കോ. ആ മൂപ്പന്മാരങ്ങളില്ല ആ പടുമാരുടെ കൊല്ലും കൊണ്ടുപോകും. നിങ്ങള് നീ പോലടാ. തടീന്റെ പുല്ല് പറിച്ചിരുന്ന ഇതെന്നല്ലേ ഭവിഷ്യ പറഞ്ഞ് നിങ്ങൾ രക്ഷപ്പെടുന്നു.